സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. എന്നെ ശ്രീ എം കെ ഭദ്രകുമാർ തിരുത്തുകയായിരുന്നു. UN-ൽ പ്രധാനമന്ത്രി പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സുഷമ സ്വരാജ് ആയിരിക്കും ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയെന്ന്. സർ, അങ്ങനെയെങ്കിൽ ഈ ബലൂചിസ്ഥാനും പാക് അധീന കശ്മീരിലെയും പ്രശ്നങ്ങൾ അവിടെ ഇന്ത്യ ഉന്നയിക്കുകയാണ് എങ്കിൽ കശ്മീരിൽ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്നത് കൂടുതൽ ശക്തമായി ബോധ്യപ്പെടുത്താൻ കഴിയുമല്ലോ. കാരണം പോക്കിൽ എന്താണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അത് വിശദീകരിക്കാൻ കഴിയുമല്ലോ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ. ഇതിൽ ഈ നമ്മൾ നടത്തുന്ന പ്രൊപ്പഗാൻഡയിൽ നമ്മൾ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ അതൊരു അപകടം പിടിച്ച പോക്കാണ്. അത് മനസ്സിലാക്കണം. പ്രൊപ്പഗാൻഡ ഉദ്ദേശിച്ചിരിക്കുന്നത് ബാക്കി ആളുകളുടെ കൺസംഷനായിട്ടാണ്. അതിൽ നമ്മൾ വിശ്വസിക്കരുത്. ഇപ്പോഴീ സർക്കാർ വളരെ ടഫായിട്ട് ആക്ഷൻ എടുക്കുന്നു എന്നെല്ലാം പറയുന്ന ഈ ഓപ്ഷൻസ് പണ്ട് കാലത്തുള്ള നരസിംഹറാവുവിൻ്റെ സമയത്താണെങ്കിലും രാജീവ് ഗാന്ധിയുടെ സമയത്താണെങ്കിലും ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബലൂചിസ്ഥാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് എക്സസൈസ് ചെയ്യാതിരുന്നത്? അതായത് വളരെ കൂളായിട്ട് ഇതിനെ അസസ് ചെയ്യുകയാണെങ്കിൽ, എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, കൂളായിട്ട് അസസ് ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ 1% ആളുകൾക്ക് പോലും ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹമില്ല. ഗിൽഗിത് ബാൾട്ടിസ്ഥാനിലും അത് തന്നെ സ്ഥിതി. 100% അവർക്കുടെ താല്പര്യം കാശ്മീർ വാലിയിൽ എടുക്കുകയാണെങ്കിലും POK എടുക്കുകയാണെങ്കിലും ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ എടുക്കുകയാണെങ്കിലും അവരൊരു ഇൻഡിപെൻഡൻറ്റ് കാശ്മീർ ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ശരി, പക്ഷേ സാർ, അതേ സമയം തന്നെ അവിടെ മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ പ്രത്യേക ഭരണഘടനയെ അനുസരിക്കാത്ത ആർക്കും അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയില്ല. പിന്നെ ആ ഭൂമിശാസ്ത്രം പാകിസ്ഥാൻ ഇത്രയും കാലം ഇന്ത്യ നിശബ്ദമായിരുന്നുകൊണ്ട് തന്നെ കാര്യമായി കൈകാര്യം ചെയ്തു. മറ്റ് വിഭാഗക്കാരെ മുഴുവൻ അവിടേക്ക് എത്തിച്ചു. അതിൻ്റെ സ്വഭാവം മാറ്റുകയുണ്ടായി എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ടല്ലോ. അതൊക്കെ സത്യമല്ലേ? ഒരു പരിധിവരെ സത്യമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുള്ളത് ആ പ്രശ്നങ്ങൾ റഡാറിൽ വരുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം വരില്ല. അവിടെ ഒരു വലിയ തോതിലുള്ള കശ്മീർ വാലിയിലുള്ളതുപോലെ തരത്തിലുള്ള ഒരു രക്തച്ചൊരിച്ചിലുണ്ടാകണം. അതിന് അത്തരത്തിലുള്ള ഒരു സ്വഭാവം കിട്ടിയാൽ മാത്രമേ അതും ഇതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണലായിട്ട് അതുകൊണ്ട് ബലൂചിസ്ഥാൻ എടുക്കുക. ബലൂചിസ്ഥാനിൽ ഇവിടെ പ്രാഥമികമായിട്ടുള്ള വിവരം പോലും നമ്മളുടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചില്ല. അവിടെ ബലൂച്ചീസ് തന്നെ ഇപ്പോൾ മൈനോറിറ്റിയാണ്. അവിടെ പഠാൻസാണ് അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി. 50% ചില്ലുവാനം അവരാണ്. പഠാൻസ് എന്ന് പറഞ്ഞാൽ പഞ്ചാബി എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവരെ കോഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഏരിയയിൽ, ട്രാൻസ്പോർട്ട് ഏരിയയിൽ, പട്ടാളത്തിലെ ഓഫീസർ കോറിൽ അവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പഠാൻസിന് വലിയ തോതിൽ ഏതാണ്ട് ഒരു 30% പാകിസ്ഥാൻ ആർമിയിലെ ഓഫീസർ കോറിൽ പഠാൻസാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ബലൂചിസ്ഥാനിൻ്റെ പ്രശ്നവും അവരുടെ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ്. വളരെ വലിയ ബുച്ചറി നടന്നിട്ടുണ്ട് ടിക്ക ഖാൻ്റെ സമയം 1974 ടിക്ക ഖാൻ്റെ സമയത്തും മറ്റും. പിന്നെ ബലൂചിസ്ഥാൻ്റെ വേറൊരു കാര്യം മനസ്സിലാക്കണം. ബലൂചിസ്ഥാനെക്കുറിച്ച് നമ്മളിപ്പോൾ ബഹളമുണ്ടാക്കുകയാണെങ്കിൽ ഇതിന് ഈ പ്രാദേശിക തലത്തിൽ പോലും മറ്റു ഒരു രാജ്യം, ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇറാനാണ്. നമ്മളുമായിട്ട് വലിയ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. അവർക്കും ഒരു ബലൂച്ചി പ്രശ്നം കിടക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോക്കിന് ഇറാൻ സപ്പോർട്ട് ചെയ്യുകയില്ല, റഷ്യ സപ്പോർട്ട് ചെയ്യുകയില്ല, ചൈന സപ്പോർട്ട് ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇവിടെ നാട്ടിനകത്ത് ഇതിനൊരു ധ്വനി ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ ഇത് വിലപ്പോകുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതാണ് നമ്മൾക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ജമ്മു കാശ്മീരിലെ പ്രശ്നം ആളുടെ ശ്രദ്ധയിൽ നിന്നും മാറുന്നുമില്ല. കഴിഞ്ഞ ആഴ്ച യുണൈറ്റഡ് നേഷൻസിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അദ്ദേഹം വളരെ വളരെ രൂക്ഷമായിട്ടാണ് പറഞ്ഞത്. ഇന്ത്യക്ക് അദ്ദേഹം പറഞ്ഞു, പണ്ടൊന്നും ഇത്തരത്തിൽ അവർ സംസാരിച്ചിട്ടില്ല. ഇന്ത്യക്ക് എന്തോ ഒളിച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഇന്ത്യ പെരുമാറുന്നത്. ആരും അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമ്മതിക്കുന്നില്ല. എന്താണ് ഇന്ത്യക്ക് ഒളിച്ചു വയ്ക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് യുണൈറ്റഡ് നേഷൻസിലെ സെക്രട്ടറി ജനറൽ കഴിഞ്ഞാൽ 1 or 2 റാങ്കിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ളൊരു സമീപനം ആഡിക്വേറ്റ് അല്ല. വേണു പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് വാലിയിലെ സ്ഥിതിവിശേഷമാണ്. ആ വാലിയിലെ സ്ഥിതിവിശേഷം പെർസെപ്റ്റബിളായിട്ട് ഇമ്പ്രൂവ് ചെയ്യാതെ, നോർമലൈസ് ചെയ്യാതെ, അവിടെ ഒരു പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് തുടങ്ങാതെ നമ്മൾക്ക് ഈ ചെയിൻ റിയാക്ഷൻ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. ശരി, ശ്രീ A. സുരേഷ് കുമാർ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നയതന്ത്ര തലത്തിൽ ഇത്ര വലിയ ഭീമാബദ്ധം നരേന്ദ്രമോദിക്ക് സംഭവിച്ചത്? നരേന്ദ്രമോദി നടത്തിയ ഈ അന്താരാഷ്ട്ര തീർത്ഥാടനമുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ യശസ് ഉയർത്തി
വലിയ ഇടപെടലായിട്ടാണ് അതെല്ലാം പ്രകീർത്തിക്കപ്പെട്ടത്. പക്ഷേ ഏറ്റവും കാതലായ വിഷയങ്ങളിൽ ഒന്നും മുന്നേറാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാകാം? കശ്മീരിലെ സ്ഥിതിയെ എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്തെ ഒരു പ്രത്യേക സ്ഥലത്തെ സാഹചര്യം മനസ്സിലാക്കുന്നതിൽ വീഴ്ച വന്നിരിക്കുന്നു, അത് അന്താരാഷ്ട്ര തലത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വന്നിരിക്കുന്നു. എന്തുകൊണ്ട് നയതന്ത്ര തലത്തിൽ ഇങ്ങനെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു? ഇപ്പോൾ രാജ്യങ്ങൾ നോക്കുന്നത് നരേന്ദ്രമോദിയെയാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ഇന്ത്യയാണ് മറ്റ് രാജ്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇതുവരെയുള്ള നിലപാട് അതൊക്കെയാണ് സ്വാധീനം ചെലുത്തേണ്ടതും ചെലുത്തുന്നതും. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്തുമാത്രമായിരുന്നു? നവാസ് ഷെരീഫ് ഇവിടെ വന്ന് സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തയാളാണ്. അതിനുശേഷം ലാഹോറിൽ പ്രധാനമന്ത്രി പോയതാണ്. ഇതിനൊക്കെ ശേഷവും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിച്ചു വന്നതിന് വേറെ കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ അതെവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ നമുക്കറിയാം ചൈനയുമായിട്ടുള്ള ബന്ധത്തിലും തുടക്കത്തിൽ ഇവിടെ വന്ന് അഹമ്മദാബാദിൽ വന്ന് ഊഞ്ഞാലൊക്കെ ആട്ടിയതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത് പിന്നീട്? ആ ഊഞ്ഞാലാട്ടൽ നടക്കുന്ന സമയത്ത് അപ്പുറത്ത് അരുണാചൽ പ്രദേശിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തള്ളിക്കയറ്റം. അപ്പോൾ ഇങ്ങനെ ഓരോ നേപ്പാളിൻ്റെ കാര്യമെടുക്കുക. കാര്യമെടുത്തിട്ട് നേപ്പാളിൽ ഇപ്പോൾ ഭരണം മാറിയതുകൊണ്ട് സാഹചര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ നേപ്പാളുമായിട്ടുള്ള ബന്ധവും നമുക്ക് മോശമായി. അപ്പോൾ ഇത് പുതിയ ഒരു വഴിവിട്ട നയതന്ത്ര ശൈലി പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വഴി നരേന്ദ്രമോദി പെട്ടെന്ന് ലാഹോറിൽ വിമാനമിറങ്ങുന്നു, ഓടിപ്പോയി നവാസ് ഷെരീഫിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അങ്ങനെ വന്നതുകൊണ്ട് മാത്രം ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഔട്ട് ഓഫ് ബോക്സ് നയതന്ത്രം കൊണ്ട് നേടാവുന്ന ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നേടാൻ കഴിയുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ കാശ്മീരിൻ്റെ കാര്യം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നിടത്തോളം കാലം അത് പാകിസ്ഥാന് കൂടുതൽ ശക്തിയാണ്. ആ കൂടുതൽ ശക്തിയാണ് നമ്മൾ UN നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ UN മനുഷ്യാവകാശ സമിതി യോഗത്തിൽ ഇത്രയും രൂക്ഷമായി ഇന്ത്യ ഒരു സ്ഥിതിവിശേഷം നേരിടേണ്ടി വന്നിട്ടില്ല. ഇതേ സാഹചര്യമാണ് ഇനിയിപ്പോൾ UN പൊതുസഭ നടക്കാൻ പോകുമ്പോഴും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നവാസ് ഷെരീഫ് ആദ്യമേ പോയി കാശ്മീർ പറയുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിർഭാഗ്യം കൊണ്ട് അതിനെ നേരിടാം എന്നുള്ളതല്ലാതെ, ഉറി സംഭവം കൊണ്ട് അതിനെ നേരിടാം എന്നുള്ളതല്ലാതെ, ആദ്യം നവാസ് ഷെരീഫ് അവിടെ പോയി കാശ്മീർ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ, ഉറി സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ എപ്പോഴും ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിൻ്റെ പേരിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്രം നമുക്ക് മുന്നോട്ട് നീക്കാൻ ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട് ഈ നിർഭാഗ്യം കൊണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാശ്മീരിലെ പ്രശ്നം നിലനിൽക്കുന്നിടത്തോളം കാലം പാകിസ്ഥാന് കരുത്ത് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിൽ തന്ത്രം ഉപയോഗിക്കേണ്ടിടത്ത് തന്ത്രവും നയതന്ത്രം ഉപയോഗിക്കേണ്ടിടത്ത് നയതന്ത്രവും സാന്ത്വന സ്പർശം നൽകേണ്ടിടത്ത് അതും ചെയ്യുമ്പോഴാണ് ഒരു കരുത്തുറ്റ ഭരണകൂടവും കരുത്തുറ്റ ഭരണാധികാരിയും ഉണ്ടാകുന്നത്. അതിന് നിർഭാഗ്യവശാൽ തുടക്കം മുതൽ തന്നെ ഈ കാശ്മീരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ തുടക്കം മുതൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിന് പിഴച്ചുപോയി എന്ന് നമ്മൾ കാണണം. സർവകക്ഷി സംഘം പോകണം. വാനിയുടെ കൊലപാതകം നടന്നതിന് ശേഷം അവിടെ സ്ഥിതി വളരെ മോശമാണ്, സർവകക്ഷി സംഘം ഏറ്റവും വേഗത്തെ പോകണം എന്ന് ഇവിടുത്തെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞതാണ് പാർലമെൻറ്റിൽ. എന്നിട്ട് അന്ന് പാർലമെൻറ്റിൽ സർവകക്ഷി സംഘം ഇപ്പോൾ പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു? സർവകക്ഷി സംഘം പോകേണ്ടി വന്നു. പെല്ലറ്റ് ഉപയോഗിക്കുന്നതിന് അത് തുടരും എന്നാദ്യം പറഞ്ഞു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? പെല്ലറ്റ് ഉപയോഗം നിയന്ത്രിച്ച് മുളക് പൊടി സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഇങ്ങനെ നമുക്ക് പലതരം വീഴ്ചകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു കാഴ്ചപ്പാട്, കാശ്മീർ നമ്മുടെ അവിഭാജ്യ ഘടകമാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ്, അവിടുത്തെ ജനങ്ങൾ നമ്മുടേതാണ്. ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഹുറിയത്ത് പോലെയുള്ള വിഘടനവാദി സംഘടനകളെ ആദ്യം ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നതിൽ സർക്കാർ വിമുഖത കാണിച്ചു. ഒടുവിലെന്തായി? ആ വിഘടനവാദികൾ അടക്കമുള്ള ഏത് ഗ്രൂപ്പുമായിട്ടും ചർച്ച ചെയ്യാം എന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നു. ഇങ്ങനെ ഒരു നയത്തിൽ വേണ്ടത്ര ആലോചനയില്ലാതെ മുന്നോട്ട് പോകുന്ന എടുത്തുചാട്ടങ്ങളുടെ ഒരു നയതന്ത്രം, ഒരു സമീപനം ഇതിനകത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഇന്ത്യയെ നോക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് അതിനകത്തൊരു കൺസിസ്റ്റൻസി അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കാതലായ പ്രശ്നം. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഉറിയിലെ വീഴ്ച കശ്മീരിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാൻ ഉതകുമോ? ഇടവേളയ്ക്ക് ശേഷം.
കാണാം.